പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും പ്രപ്പോയ്സിലേക്ക് സ്വാഗതം. ടാർജറ്റ് CUET 2023 CUET UG എൻട്രൻസ് എക്സാമിനേഷന് നമുക്ക് നേരത്തെ ഒരുങ്ങാം, നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ 2023 നമ്മളിലേക്ക് എത്തുന്ന CUET UG എൻട്രൻസ് എക്സാമിനേഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ നമുക്ക് നമ്മളുടെ ഉപരിപഠനം സാധ്യമാക്കാനും സാധിക്കും. അതിന് നിങ്ങളെ സഹായിക്കുക എന്ന ഉദ്ദേശത്തിലാണ് പ്രപ്പോയ്സ് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഈ കഴിഞ്ഞ 2022 CUET എൻട്രൻസ് എക്സാമിനേഷൻ്റെ അതേ ക്വസ്റ്റ്യൻ പേപ്പർ ആസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഓരോ സെഷനിലും 10 വീതം ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആ ചോദ്യങ്ങളെ കൃത്യമായി നമ്മൾ വായിക്കും, അതിനുശേഷം ഉത്തരങ്ങളെ വിശകലനം ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും സീരിയസ് ആയി തന്നെ ഈ സെഷനുകളെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സെഷനെയും സമീപിക്കാവുന്നതാണ്. സോ ഈ സെഷനുകൾ മിസ് ചെയ്യാതിരിക്കുക. എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ, ഹിസ്റ്ററിയുടെ ഈ ഒരു സെഷൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ, സെഷൻ എൻഡ് ചെയ്താൽ ഉടനെ നിങ്ങൾ പ്ലേലിസ്റ്റിൽ നിന്ന് ഇതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള സെഷനുകൾ കാണേണ്ടതായിട്ടുണ്ട്. കാരണം 50 ചോദ്യമാണ് CUET UG എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഹിസ്റ്ററിയുടെ പേപ്പറിൽ ഉണ്ടാവുക, സബ്ജക്ട് പേപ്പറുകളിൽ ഉണ്ടാവുക. അതിൽ 40 ചോദ്യങ്ങൾ 4 സെഷനുകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് ഈ ഒരു സെഷൻ്റെ അവസാനത്തെ പാർട്ടാണ്. സോ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഷിഫ്റ്റിൻ്റെ സെഷൻ മറ്റൊരു വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ഈ ഒരു സെഷൻ എൻഡ് ചെയ്താൽ നിങ്ങൾ കാണാത്ത സെഷനുകൾ പ്ലേലിസ്റ്റിൽ നിന്ന് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു പാസേജാണ്. CUET UG എൻട്രൻസ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം, ഇത്തരത്തിലുള്ള പാസേജുകൾ കൊടുത്ത് ആ പാസേജ് വായിച്ച് ഒരു റീഡിങ് കോംപ്രഹെൻഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു പാസേജ് വായിച്ച് അതിൽ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാവുന്നതാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഒരു പൊതു സവിശേഷത, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് പാസേജിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടെത്താം. സാധാരണഗതിയിൽ NTA കണ്ടക്ട് ചെയ്യുന്ന പല പരീക്ഷകൾക്കും, നെറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് പാസേജ് തന്ന് അത് വായിച്ച് അതിനോട് ഒരു ബന്ധവും ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ പിന്നീട് നമ്മളുടെ ചിന്തയെ മറ്റെങ്ങോട്ടോ പറഞ്ഞയച്ച് ഉത്തരങ്ങൾ കണ്ടെത്തേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട്. പക്ഷേ CUET UG എൻട്രൻസ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് എല്ലാ ചോദ്യങ്ങളും ഉണ്ടാകുന്നത്. ഹിസ്റ്ററിയും മറിച്ചല്ല, ഹിസ്റ്ററിയിലും അങ്ങനെ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. കഴിഞ്ഞ സെഷനുകളിലുടനീളം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ചോദ്യങ്ങളും അതുപോലെ കോട്ട് ചെയ്തതായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ NCERT ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിച്ച് പഠിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പാസേജിലേക്ക് വരാം. പാസേജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പാസേജിൽ നിന്ന് ചോദിക്കാറുള്ളത്. പക്ഷേ പാസേജിൽ നിന്ന് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നുള്ളത് പൊതുവെ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം സമയം കൊല്ലുന്ന ഒരു ചോദ്യമായിരിക്കും പാസേജിൽ നിന്നുള്ള ചോദ്യം എന്ന് പറയുന്നത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അറ്റൻഡ് ചെയ്യുക, പാസേജുകൾ കൃത്യമായിട്ട് വായിക്കുക, ടൈം മാനേജ്മെൻറ്റ് നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നിങ്ങളെ വലിയ രീതിയിൽ സഹായിക്കും. സോ നമുക്ക് ഈ ഒരു പാസേജ് വളരെ പെട്ടെന്ന് വായിക്കാം. ഒറ്റ തവണയാണ് ഞാനിത് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ദെൻ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ചില ടെക്നിക്കുകൾ, പാസേജ് തന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ആ പാസേജെ വിട്ട് കളഞ്ഞ് ക്വസ്റ്റ്യനിലേക്ക് പോകും, അതിനുശേഷം ചോദ്യം വായിച്ചതിന് ശേഷം തിരിച്ച് പാസേജിലേക്ക് വരും, എന്നിട്ട് നമ്മൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം പാസേജിൽ പരതും. അതല്ലെങ്കിൽ പകുതി വായിച്ച് ചോദ്യത്തിലേക്ക് പോയി വീണ്ടും പാസേജിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും ചോദ്യത്തിലേക്ക് പോയി, ഇങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു എൻട്രൻസ് CBT എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മാതൃകയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യ തവണ തന്നെ നിങ്ങൾ മനസ്സിരുത്തി പാസേജ് വായിക്കുക. ദെൻ ഒരു തവണ കൂടെ ക്വിക്കായിട്ട് നിങ്ങൾ വായിക്കുക. സോ 2 തവണ നിങ്ങൾ ഈ ഒരു പാസേജ് വായിക്കുക, നേരെ ചോദ്യത്തിലേക്ക് പോവുക. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം പാസേജിൽ ഏത് ഭാഗത്താകും എന്നൊരു ധാരണയുണ്ടാകും. അങ്ങനെയാണെങ്കിൽ തിരികെ വന്ന് വളരെ പെട്ടെന്ന് ആ ഭാഗം നോക്കി ശരി ഉത്തരം എഴുതാം. ഒരിക്കലും പാസേജുകൾ സമയമില്ല എന്നുള്ള കാരണത്താൽ റീഡിംഗ് കോംപ്രഹെൻഷൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് 100% ശരിയാക്കാനുള്ള സാധ്യത നൽകുന്ന ചോദ്യങ്ങളാണ് ഇത്തരം ചോദ്യങ്ങൾ എന്ന് പറയുന്നത്.
സോ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. The physical arrangement of the court focused on the sovereign mirrored his status as the head of society. ഇതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇത് വായിച്ച് കുറച്ചെത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. Its centerpiece was therefore the throne, the takht, which gave physical form to the function of the sovereign as axis mundi. The canopy, a symbol of kingship in India for a millennium, was believed to separate the radiance of the sun from that of the sovereign. Chronicles lay down with great precision the rulers' divining status among the Mughal elites. ഇത്രയും വായിച്ചപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു ഇത് മുഗൾ കാലഘട്ടത്തിനെ കുറിച്ച് പറയുന്ന ഒരു പാസേജ് ആണ്. In court, status was determined by spiritual proximity to the king. The place accorded to the courtier by the ruler was a sign of his importance in the eyes of the emperor. Once the emperor sat on the throne, no one was permitted to move from his position or to live without permission. അപ്പോൾ മുഗൾ കോർട്ടിനെയാണ് ഈ ഒരു പാസേജിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മുഗൾ കോർട്ടിലെ ശീലങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലുള്ള ഫങ്ഷൻസ് ആണ് മുഗൾ കോർട്ടിൽ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു പാസേജിൽ ഡിസ്കസ് ചെയ്യുന്നത്. Then social control in the court society was exercised to carefully defining in full detail of the form of address, court size and speech which were acceptable in court. The significant infringement of etiquette was noticed and punished on the spot. The forms of salutation to ruler indicated the person's status in the hierarchy. Deeper prostration represented high status. The highest form of submission was sijda or complete prostration. Under Shah Jahan, these rituals were replaced with chahar taslim and zameen bos, kissing the ground. The protocols governing diplomatic envoys that the Mughal court were equally explicit. An ambassador presented to the Mughal emperor was accepted to offer an acceptable form of greeting either by bowing deeply or kissing the ground, or else to follow the Persian custom of clasping one's hand in front of the chest. Thomas Roe, the English envoy of James, I simply bowed before Jahangir according to European custom and further shocked by the court by determining a chair. So ഇതിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം മുഗൾ കോർട്ടിൽ ഏത് രീതിയിലായിരുന്നു സല്യൂട്ടേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്, അവിടുത്തെ കീഴ്വഴക്കങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള രീതിയിലാണ്. ദെൻ ഏറ്റവും അവസാനം തോമസ് റോയുടെ ഒരു റെഫറൻസും ഈ ഒരു പാസേജിലുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ സ്റ്റാറ്റസ് ഓഫ് മുഗൾ എംപറർ വാസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ഫിസിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ദ മുഗൾ കോർട്ട് ആസ്. The status of the Mughal emperor was reflected in the physical arrangement of the Mughal court as a the foundation of the empire, the head of the empire, the head of society, the head of society. എന്താ വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് head of the society. Okay, so the right answer is the head of the society. C ആണ് ശരി ഉത്തരം. The status of Mughal emperor was reflected in the physical arrangement of the Mughal court as mirrored his status as the head of society. Clear? So വളരെ ഈസി ആണ്. നിങ്ങൾക്ക് ആ പാസേജ് ഒറ്റ വായനയിൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് കൂടുതൽ സമയം കളയാതെ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. In the Mughal court, the role of canopy was to protect the Diwani cars from heat and rain, to protect the royal kitchen from dust and dirt, to shelter the destitute while they received free food, to separate the radiance of the sun from that of the sovereign. ഏതാ ശരി ഉത്തരം? നമുക്ക് വായിച്ചൊരു ഓർമ്മയുണ്ട്. Canopy, the symbol of kingship in India for a millennium, was believed
to separate the radiance of the sun from that of the sovereign. So the right answer is D. To separate radiance of the sun from that of sovereign. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. In the Mughal court, the status of the elite was determined by. എലിറ്റ് ആയിട്ടുള്ള ആളുകളുടെ സ്റ്റാറ്റസ് മുഗൾ കോർട്ടിൽ എങ്ങനെയായിരുന്നു നിർണയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഹിസ് മൻസബ്, ഹിസ് വെൽത്ത്, സ്പിരിച്വൽ പ്രോക്സിമിറ്റി ടു കിങ്, ബ്ലഡ് റിലേഷൻ വിത്ത് കിങ്. അതിൻ്റെ ഉത്തരവും കൃത്യമായിട്ട് ഇതിൽ കാണാൻ പറ്റും. ഇൻ കോർട്ട് സ്റ്റാറ്റസ് വാസ് ഡിറ്റർമൈൻഡ് ബൈ സ്പിരിച്വൽ പ്രോക്സിമിറ്റി ടു ദ കിങ്. രാജാവിനോടുള്ള സ്പിരിച്വൽ പ്രോക്സിമിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് എലിറ്റ് ക്ലാസിന്റെ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ സി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ ഈസിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ഫോളോയിങ് വാസ് നോട്ട് എ ഫോം ഓഫ് സല്യൂട്ടേഷൻ ഇൻ മുഗൾ കോർട്ട്. ഇതിന് പാസേജിലേക്ക് പോകണമെന്നില്ല, നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യമാണ്. ബട്ട് ഇതിന്റെ ഉത്തരവും പാസേജിലുണ്ട്. അതായത് ഇതിലേത് സല്യൂട്ടേഷനാണ് മുഗൾ കോർട്ടിലെ ഒരു കസ്റ്റമാവാത്തത്? നോട്ട് എ ഫോം ഓഫ് സല്യൂട്ടേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സല്യൂട്ടേഷനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഡിപ്പർ prostration represented higher status. The highest form of submission was sijda. ഒന്ന് പറഞ്ഞു അല്ലേ? or complete prostration. ഷാജഹാൻ നമുക്കറിയാം മുഗൾ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ ഈ ഒരു സിജിദ എന്നുള്ള ഒരു റിച്വൽ, അതിന് പകരമായി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ചഹർ തസ്ലീം ആൻഡ് ജമീൻബോ. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇനി പറയാത്തത് ഏതാന്ന് നോക്കിയാൽ മതി. സിജിദ പറഞ്ഞിട്ടുണ്ട്, ചഹർ തസ്ലീം പറഞ്ഞിട്ടുണ്ട്, ജമീൻ ബോസ് പറഞ്ഞിട്ടുണ്ട്, ദെൻ സലാം ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ സലാം വാസ് നോട്ട് എ ഫോം ഓഫ് സല്യൂട്ടേഷൻ ഇൻ മുഗൾ കോർട്ട്. അതും കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, പാസേജിൽ പറയുന്നുണ്ട്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. തോമസ് റോ ഷോക്ക്ഡ് ദ മുഗൾ കോർട്ട് ബൈ, ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫിലാണെന്ന് പറയുന്നത്, നോട്ട് ഫോളോയിങ് ദ പ്രോട്ടോകോൾസ് ഗവേണിംഗ് ഡിപ്ലോമാറ്റിക് എൻവോയ്സ്, insulting the Mughal emperor, giving a strange gift to Mughal emperor, laughing in the Mughal court. നമുക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോവാം. സോ ഏറ്റവും ലാസ്റ്റിലേക്ക് വരുന്നു. തോമസ് റോ, ദ ഇംഗ്ലീഷ് എൻവോയ് ഓഫ് ജെയിംസ്, ഐ സിംപ്ലി ബോവ്ഡ് ബിഫോർ ജഹാംഗീർ അക്കോർഡിംഗ് ടു യൂറോപ്യൻ കസ്റ്റം. ഇങ്ങനെ വളഞ്ഞിട്ട് ജഹാംഗീറിനെ അദ്ദേഹം സല്യൂട്ടേഷൻ നടത്തി ജഹാംഗീറിന്റെ മുന്നിൽ. ആൻഡ് ഫർദർ ഷോക്ക്ഡ് ദ കോർട്ട് ബൈ ഡിമാൻഡിങ് എ ചെയർ. അപ്പൊ എന്താ സംഭവിച്ചത്? നോട്ട് ഫോളോയിങ് ദ പ്രോട്ടോകോൾസ് ഗവേണിംഗ് ഡിപ്ലോമാറ്റിക് എൻവോയ്സ്, അതാണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. എ ഈസ് ദ റൈറ്റ് ആൻസർ. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താണ്? ഒരു പാസേജ് ആണ്. അപ്പൊ 5 ചോദ്യങ്ങൾ ഒരു പാസേജിൽ നിന്ന് ചോദിച്ചു. അവിടെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാകും. പാസേജിൽ നിന്ന് തന്നെ 5 ചോദ്യത്തിന്റെ ഉത്തരങ്ങളും നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളുടെ മുന്നിൽ എന്ത് വേണം? സമയം വേണം. സോ വളരെ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ധാരാളം പാസേജുകൾ, കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വായിച്ച് റീഡിങ് കോംപ്രഹെൻഷൻ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഏരിയ ആക്കി നിങ്ങൾ മാറ്റിയെടുക്കണം. ഓക്കെ, ദെൻ അടുത്ത പാസേജിലേക്ക് പോവാം. ഇത് നമുക്ക് കുറച്ച് വേഗത്തിൽ വായിക്കാം. വി സേ ഇറ്റ് ഈസ് അവർ ഫേം ആൻഡ് സോളം റിസോൾവ് ടു ഹാവ് ആൻ ഇൻഡിപെൻഡന്റ് സോവറിൻ റിപ്പബ്ലിക്. വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും, ഇറ്റ് ഈസ് സംതിങ് റിഗാർഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യ ഈസ് ബോൺ ടു ബി സോവറിൻ, it is born to be independent, and it is born to be a republic. Now some friends have raised the question, why have you not put in the word democratic here? Well, I told them that it is convincible, of course, that a republic may not be democratic, but the whole of our past is witness to this fact that we stand for democratic institutions. Obviously, we are aiming at democracy and nothing less than a democracy. What from a democracy? What form of democracy? What shape it might take is another matter. The democracies of present day, many of them in Europe and elsewhere, have played a great part in world's progress. Yet it may be doubtful if those democracies may not have to change their shape somewhat before long if they have to remain completely democratic. We are not going just to copy
I hope a certain democratic procedure on an institution of a so-called democratic country. We may improve upon it. In any event, whatever system of government we may establish here must fit in with the temper of our people and be acceptable to them. We stand for democracy. It will be for this house to determine what shape to give that democracy. The fullest democracy. I hope the house will notice this resolution, although we have not used the word democratic because we thought it is obvious that the word republic contained that word and we did not want to use unnecessary words and redundant words. But we have done something much more than using a word. We have given the content of democracy in this resolution and do not only content of democracy but the content. If I may say so, of economic democracy in this resolution. Other might take objection to this resolution on the ground that we have not said that it should be a socialist state. Well, I stand for socialism and I hope India will stand for socialism and that India will go towards the constitution of a socialist state. And I do believe that the whole world will have to that way. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ അതിൻ്റെ ചില പ്രധാനപ്പെട്ട പ്രസക്തമായ ഭാഗങ്ങളാണ് പാസേജ് ആയിട്ട് നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ ചോദ്യങ്ങളിലേക്ക് പോവാം. ഞാൻ നേരത്തെ പോയതുപോലെ തിരിച്ച് പാസേജിലേക്ക് പോയിട്ട് അല്ല നമ്മൾ ഇതിൻ്റെ ഉത്തരം പറയുന്നത്. നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം, ദെൻ ആൻസർ ഡിസ്കസ് ചെയ്ത് പോവാം. ഓഫ് കോഴ്സ് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പാസേജിൽ കാണാൻ സാധിക്കുന്നതാണ്. സോ ടെക്നിക്കലി ആറാമത്തെ ചോദ്യം അല്ലെ, ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫേംലി ആൻഡ് സോളംലി റിസോൾവ് ടു ഹാവ് എന്താണ്, ആൻ ഇൻഡിപെൻഡന്റ് സോവറൻ റിപ്പബ്ലിക് ആണോ, എ സ്ട്രോങ് ആൻഡ് പ്രോസ്പെറസ് കൺട്രി ആണോ, എ ജസ്റ്റ് ആൻഡ് ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ആണോ, എ ഫ്രീ മാർക്കറ്റ് ആണോ? ഉത്തരം എവിടെയുണ്ട്? ഉത്തരം പാസേജിലുണ്ട്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ആൻ ഇൻഡിപെൻഡന്റ് സോവറിൻ റിപ്പബ്ലിക്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ വേർഡ് ഡെമോക്രാറ്റിക് was not put in the objective resolution because objective resolution ആരാ അവതരിപ്പിക്കുന്നത്? അത് കണ്ടെത്തണം കേട്ടോ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആരാ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ദെൻ ഡെമോക്രാറ്റിക് എന്നുള്ള വേർഡ് എവിടെ ഉണ്ടായിരുന്നില്ല? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? അതും പാസേജിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് വാസ് ഒബ്വിയസ് ദാറ്റ് ദ വേർഡ് റിപ്പബ്ലിക് കണ്ടെയ്ൻ ദ വേർഡ് ഡെമോക്രാറ്റിക് ആൻഡ് ദീസ് കോൺസ്റ്റിറ്റ്യൂഷൻ makers didn't want to use unnecessary words and redundant words. The constitution makers didn't want to make India a democratic country. Democracy was not suitable for India. The cabinet mission didn't give permission to make India a democratic country. The common logic വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. The constitution didn't want to make India a democratic country. തെറ്റാണ്. Democracy was not suitable for India. അതും തെറ്റാണ്. Then ഇത് രണ്ടും അടിസ്ഥാനപരമായി മൗലികപരമായി തന്നെ തെറ്റാണ്. Then the cabinet mission didn't give permission to make India a democratic country. അതും തെറ്റാണ്. So the right answer is, it was obvious that the word republic contained the word democratic and these constitution makers didn't want to use unnecessary words and redundant words. പാസേജിലുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ പർപ്പസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി ഷുഡ് ബി, എന്തായിരിക്കണം ഇന്ത്യൻ ഡെമോക്രസിയുടെ പർപ്പസ്? ടു കോപ്പി ദ വെസ്റ്റേൺ സ്റ്റേറ്റ്? നോ. ടു ലേൺ ഫ്രം ദ ഈസ്റ്റ് ഏഷ്യൻ സ്റ്റേറ്റ്സ്? നോ. ടു ഫിറ്റ് ഇൻ വിത്ത് ദ ടെമ്പർ ഓഫ് ഇന്ത്യൻസ്? ടു കംപ്ലീറ്റ്ലി റിജക്ട് ബ്രിട്ടീഷ് മോഡൽ? നോ. വെസ്റ്റേൺ സ്റ്റേറ്റിനെ കോപ്പി ചെയ്യാനോ ഈസ്റ്റ് ഏഷ്യൻ സ്റ്റേറ്റിനെ കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് മോഡലിനെ കംപ്ലീറ്റ് റിജക്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ടായിരുന്നില്ല നമ്മൾ ഡെമോക്രസിക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ ജനതയ്ക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഫിറ്റ് ആവുക എന്നുള്ളതുകൊണ്ടാണ്. അതാണ് ഏറ്റവും മികച്ച മോഡൽ എന്നുള്ളതുകൊണ്ടാണ്. സോ ടു ഫിറ്റ് ഇൻ വിത്ത് ദ ടെമ്പർ ഓഫ് ഇന്ത്യൻസ്, ഇറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എയിംഡ് അറ്റ് ഓട്ടോക്രസി ആണോ? അല്ല. അരിസ്ട്രോക്രസി ആണോ? അല്ല. പ്ലൂട്ടോക്രസി ആണോ? അല്ല. ദേ എയിംഡ് അറ്റ് democracy, ജനാധിപത്യമാണ് അല്ലേ? So the last question, according to the passage, what is the ultimate political system that the whole world would have to follow one day?
ലോകമാകമാനം ഒരു ദിവസം പിന്തുടരപ്പെടുമെന്ന് കരുതപ്പെടുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും പരമമായിട്ടുള്ള രാഷ്ട്രീയപരമായ സംവിധാനം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഡിക്റ്റേറ്റർഷിപ്പ് ആണോ? അല്ല, സോഷ്യലിസമാണ്. മൊണോക്രസി അല്ല, സിറ്റി സ്റ്റേറ്റ് സിസ്റ്റം അല്ല, സോഷ്യലിസം അല്ലേ? സോഷ്യലിസം ആയിരിക്കും അൾട്ടിമേറ്റ് ആയിട്ട് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആയിക്കൊണ്ട് ലോകം മുഴുവൻ ഒരു ദിവസം ഫോളോ ചെയ്യുക എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവസാനിക്കുന്നത്. സോ 10 ചോദ്യങ്ങൾ, 2 പാസേജ്, ഒരു പാസേജിൽ നിന്ന് 5 വീതം ചോദ്യം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാം. നിങ്ങളുടെ മുന്നിൽ എത്ര ചോദ്യം ഉണ്ടാവുക? 50 ചോദ്യം ഉണ്ടാകും. ദെൻ 50 ചോദ്യത്തിൽ എത്ര ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതണം? 50 ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതണ്ട, 40 ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. എത്ര മിനിറ്റ് നിങ്ങൾക്ക് സമയം ഉണ്ടാകും? 45 മിനിറ്റ് നിങ്ങൾക്ക് സമയം ഉണ്ടാകും. സോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും? 10 മാർക്ക് റീഡിങ് കോംപ്രഹെൻഷൻ അല്ലെങ്കിൽ പാസേജിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. എന്ത് വേണം? ടൈം മാനേജ്മെൻറ്റ് വേണം. സോ ഇതോടുകൂടെ ഒരു സെറ്റ് ഓഫ് ഹിസ്റ്ററിയുടെ പേപ്പർ അവസാനിക്കുന്നു. അടുത്ത ഷിഫ്റ്റിലെ പേപ്പർ നമ്മൾ അടുത്തൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യും. സോ ഈ ഒരു സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി പഠനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് CUET 2023 ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രപ്പോയ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. IITകളിൽ നിന്നും IIMകളിൽ നിന്നും JNU, DU, HCU, TIS, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, IFLU, ഐസർ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയവരുടെ ഒരു കൂട്ടായ്മയാണ് പ്രപ്പോയ്സ് എന്ന് പറയുന്നത്. പ്രപ്പോയ്സിൻ്റെ കോഴ്സുകൾ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പ്രപ്പോയ്സിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് വഴി ആക്സസ് ചെയ്യാം. www.propoise.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും ആക്സസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകളാണ്, വാല്യൂ ആഡഡ് നോട്ടുകളാണ്, ടോപ്പിക് ടെസ്റ്റ്, മോഡൽ ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തുടങ്ങിയ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരവുമാണ്. ദെൻ ഡെഡിക്കേറ്റഡ് മെൻറ്റേഴ്സ്, ഫാക്കൽറ്റീസുമായിട്ട് ലൈവ് ഡൗട്ട് ക്ലിയറിങ്ങിനുള്ള അവസരം, ഇതും നിങ്ങൾക്ക് പ്രപ്പോയ്സിലൂടെ ലഭിക്കുന്നതാണ്. സോ പ്രപ്പോയ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, വാട്സപ്പിലൂടെ കണക്ട് ചെയ്യാം. സോ അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭദിനം നേരുന്നു, വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.